Hi there. So this video is for the cabin crew aspirants as like I'm getting a lot of questions. ഞാനിത് കഴിഞ്ഞ ഷോർട്സ് വീഡിയോയിലും പറഞ്ഞിരുന്നു ബിക്കോസ് ഇപ്പോൾ ഒരു ടൈമിൽ ഞാൻ ഇൻ്റർവ്യൂ കഴിഞ്ഞിട്ടിരുന്ന സമയത്ത് ഒരുപാട് ക്വസ്റ്റ്യൻസ് വരാറുണ്ടായിരുന്നു ആൻഡ് ഐ ട്രൈ ടു റിപ്ലൈ all those messages back, reply the answers of those messages back, but ഇപ്പോൾ ഇത്രയും മെസ്സേജസ് വരുന്നത് കൊണ്ട് എനിക്ക് അത്രയും റിപ്ലൈ ചെയ്യാൻ വേണ്ടി പറ്റുന്നില്ല. ആൻഡ് ഐ തോട്ട് ഐ വിൽ ഡു ഇറ്റ് ആസ് എ വീഡിയോ ബിക്കോസ് ഈ വരുന്ന മെസ്സേജസിൽ ഒരു 20-25 മെസ്സേജസ് സെയിം ആയിട്ടുള്ള കാര്യങ്ങളുണ്ടാവും. ഇപ്പോൾ ലൈക്ക് ഒരാൾ ലാംഗ്വേജിൻ്റെ കാര്യത്തിനെ പറ്റി ചോദിക്കുകയാണെങ്കിൽ അങ്ങനെ സെയിം ആയിട്ട് ചോദിക്കുന്ന ഒരു 30+ ആൾക്കാരുണ്ടാവും. സോ ഐ തോട്ട് അങ്ങനെ ഒരു വീഡിയോ ചെയ്യുകയാണെങ്കിൽ ദെൻ ഇറ്റ് വിൽ ബി റിയലി ഹെൽപ്ഫുൾ ഫോർ ദാറ്റ് ഫോർ ദം ഓൾസോ. സോ ഞാൻ വിചാരിച്ചു അങ്ങനെ തന്നെ പോവാം. അപ്പോൾ ഞാൻ ഇപ്പോൾ ഈ വീഡിയോ ചെയ്യാൻ വേണ്ടി എടുത്തേക്കുന്ന ടോപ്പിക്സ് ഈസ് ലൈക്ക് ഏറ്റവും കൂടുതൽ ക്വസ്റ്റ്യൻസ് എനിക്ക് വന്നിട്ടുള്ളതിൽ നിന്ന് ഏറ്റവും കൂടുതൽ ചോദിച്ചേക്കുന്ന എന്താണ് ക്വസ്റ്റ്യൻസ് ആണ് ഞാൻ എടുത്തേക്കുന്നത്. ആസ് ലൈക്ക് ഇപ്പോൾ ഞാൻ പറഞ്ഞല്ലോ, ഇപ്പോൾ ലാംഗ്വേജിനെ പറ്റിയാണെങ്കിൽ ഒരുപാട് വന്നിട്ടുണ്ട്, അപ്പോൾ അതൊരു ടോപ്പിക്കായിട്ട് എടുത്തു. അങ്ങനെ മെയിനായിട്ട് വന്നേക്കുന്ന ക്വസ്റ്റ്യൻസിൻ്റെ ടോപ്പിക്കാണ് എടുത്തേക്കുന്നത്. അപ്പോൾ അതിൽ ഏറ്റവും കൂടുതൽ വന്നേക്കുന്നത് ഞാൻ ഒരു ബുക്കിൽ എഴുതി വെച്ചിട്ടുണ്ട് എല്ലാ ടോപ്പിക്സും. സോ ഐ ആം തിങ്കിങ് ദാറ്റ് ഐ വിൽ ഡു ഇറ്റ് ആസ് ലൈക്ക് വീഡിയോസ് ബിക്കോസ് ഒരു വീഡിയോയിൽ ഇത്രയും കൂടി ഇൻക്ലൂഡ് ചെയ്യിക്കാൻ പറ്റില്ല. കാരണം അത് 3 hours 4 hours ഒക്കെ നല്ല ലോങ് ആയിട്ടുള്ള വീഡിയോ ആവും, പിന്നെ ഭയങ്കര ബോറാവും കാണാൻ വേണ്ടിയിട്ട്, കേൾക്കാൻ വേണ്ടിയിട്ട് തോന്നില്ല. സോ ഐ തോട്ട് ഐ വിൽ ഡു ഇറ്റ് ആസ് സ്മോൾ വീഡിയോസ്. സോ ഈ വീഡിയോയിൽ ഐ ആം തിങ്കിങ് ഓഫ് ഡൂയിങ് അബൌട്ട് സ്കാർസ് ബിക്കോസ് ഏറ്റവും കൂടുതൽ മെസ്സേജസ് എനിക്ക് വന്നേക്കുന്നത് സ്കാറിനെ പറ്റിയുള്ള ക്വസ്റ്റ്യൻസ് ആണ്. അപ്പോൾ ഒരുപാട് മിസ്കൺസെപ്ഷൻസ് ഉണ്ട് സ്കാർസിനെ പറ്റി. സോ ഐ ഗെറ്റ് ഇൻ ടു ദാറ്റ്. ആൻഡ് ബിഫോർ ദാറ്റ് എനിക്ക് ഒരു കാര്യം പറയാനുള്ളത്, ഒരുപാട് പേര് ചോദിക്കുന്നുണ്ട് ഏവിയേഷൻ കോഴ്സസ്. ഇപ്പോൾ ആസ് ലൈക്ക് ഡിഗ്രി കഴിഞ്ഞ് നിൽക്കുന്നവരായിക്കോട്ടെ, എൻജിനീയറിങ് BBA MBA ഒക്കെ എടുത്ത് കഴിഞ്ഞവർ ഒരുപാട് പേര് ഇപ്പോൾ ഡിഗ്രി ബേസിക് ആയിട്ടൊരു ഡിഗ്രി ചെയ്തു, എന്നിട്ട് അവർക്ക് ഇൻ്റർവ്യൂ അറ്റൻഡ് ചെയ്യണമെന്നുണ്ടെങ്കിൽ അവർ എന്താ ചെയ്യുക അറിയോ, നേരെ പോയിട്ട് ഏവിയേഷൻ കോഴ്സ് എടുക്കുക. എന്നിട്ട് മീൻസ് എല്ലാവരുടെ മിസ്കൺസെപ്ഷൻ ആണ് ഇപ്പോൾ എന്ത് കഴിഞ്ഞാലും ഈ ഒരു ഫീൽഡിലേക്ക് എത്താൻ വേണ്ടിയിട്ട് നമ്മൾ ഏവിയേഷൻ കോഴ്സ് പഠിക്കണം എന്നുള്ളത്. ബട്ട് ഇറ്റ് ഈസ് ജസ്റ്റ് എ മിസ്കൺസെപ്ഷൻ ബിക്കോസ് അങ്ങനെ ഒരു കോഴ്സ് ചെയ്യേണ്ട ഇമ്പോർട്ടൻസ് ഇല്ല. അത് ഓരോരുത്തരുടെയും പേഴ്സണൽ ചോയ്സ് ആണ്. ഏവിയേഷൻ കോഴ്സ് കഴിഞ്ഞു കഴിഞ്ഞാൽ ഐ തിങ്ക് കിട്ടാനുള്ള സാധ്യത കൂടുതലാണ് കുറവാണ് എന്നൊന്നും പറയാൻ പറ്റില്ല. കോഴ്സ് കഴിഞ്ഞവർക്ക് കിട്ടാറുണ്ട്, കഴിയാത്തവർക്ക് കിട്ടാറുണ്ട്, എല്ലാം നടക്കാറുണ്ട്. നമ്മൾ ഇൻ്റർവ്യൂവിന് പോയിട്ട് നമ്മൾ എങ്ങനെ പെർഫോം ചെയ്യുന്നു എന്നതിനെ ബേസ് ചെയ്തിട്ട് മാത്രമാണ് നമ്മുടെ സെലക്ഷൻ വരിക. സോ ഇപ്പോൾ ഏവിയേഷൻ കോഴ്സ് ചെയ്താലുള്ള ഗുണങ്ങൾ ഈസ് ദാറ്റ് ഈ ഒരു ഫീൽഡിനെ പറ്റി നല്ലൊരു ഐഡിയ ഉണ്ടാവും. ഇൻ്റർവ്യൂവിന് പോകാൻ വേണ്ടി നമ്മുടെ ലാംഗ്വേജ് ഒക്കെ ഏകദേശം ഒന്ന് ശരിയാവും. ഇപ്പോൾ മോസ്റ്റ്ലി എല്ലാവർക്കും ബേസിക് ആയിട്ടുള്ള, കേരളത്തിൽ മോസ്റ്റ്ലി എല്ലാവർക്കും ബേസിക് ആയിട്ടുള്ള ലാംഗ്വേജ് സ്കിൽസ് ഉണ്ട്. നമ്മൾ സ്കൂളിൽ പഠിച്ചതായിക്കോട്ടെ, പിന്നെ അതിൽ കുറച്ചുകൂടെ വർക്ക് ചെയ്യുകയാണെങ്കിൽ അത് ഇമ്പ്രൂവ് ആവും എന്നുള്ളതല്ലാണ്ട് ലാംഗ്വേജിൻ്റെ കാര്യം ഓക്കെ ആവും. പിന്നെ ഇൻ്റർവ്യൂവിൻ്റെ റൗണ്ട്സിനെ പറ്റിയുള്ള കാര്യങ്ങൾ നമുക്ക് അത്യാവശ്യം ഫെമിലിയർ ആവും. അതല്ലാതെ ഓവറോൾ നമുക്ക് നമ്മുടെ ഇൻ്റർവ്യൂവിനെ പറ്റിയും ഏവിയേഷൻ ഫീൽഡിനെ പറ്റിയും ക്യാബിൻ ക്രൂ എന്നുള്ള ജോബിനെ പറ്റിയും എല്ലാം നമുക്ക് നല്ലൊരു ഐഡിയ ഉണ്ടാവും എന്നുള്ളത് സത്യമാണ്. സോ ഇപ്പോൾ ഒരു ഐഡിയ ഇല്ലാതെ നിൽക്കുന്നവരാണ് എന്നുണ്ടെങ്കിൽ യു ക്യാൻ ഡു ദാറ്റ്. ഇറ്റ്സ് ജസ്റ്റ് പേഴ്സണൽ ചോയ്സ്. ഇപ്പോൾ നിങ്ങൾക്ക് അത്രയും ആഗ്രഹമാണ് ചെയ്യാനെന്നുണ്ടെങ്കിൽ ചെയ്യാം. സോ ഇപ്പോൾ കോൺഫിഡൻസ് കുറഞ്ഞിട്ടുള്ള ഒരാളാണ് എന്നുണ്ടെങ്കിൽ ഒരു ഏവിയേഷൻ കോഴ്സസ് ഒക്കെ ചെയ്ത് കഴിയുമ്പോഴത്തേക്ക് തന്നെ ഏകദേശം ഒരു ഐഡിയ കിട്ടിക്കഴിയുമ്പോൾ തന്നെ കോൺഫിഡൻസ് ഉണ്ടാവും. ഇപ്പോൾ ലാംഗ്വേജിൽ കുറച്ച് ബാക്കിലോട്ട് നിൽക്കുന്ന ആളാണെങ്കിൽ അത്യാവശ്യം ലാംഗ്വേജിൽ പ്രശ്നമില്ലാണ്ട് ഓക്കെ ആയി വരാൻ പറ്റും. പിന്നെ മെയിൻലി കോൺഫിഡൻസ് ആണ്. നമുക്ക് ഇൻ്റർവ്യൂവിന് പോകാനുള്ള അത്രയും ഒരു കോൺഫിഡൻസ് കിട്ടും, അതൊക്കെ സത്യമാണ്. ബട്ട് ഇറ്റ് ഈസ് നോട്ട് ഇമ്പോർട്ടൻറ്റ്. ഇപ്പോൾ അത്ര എമൗണ്ട് കൊടുത്ത് ഏവിയേഷൻ കോഴ്സ് പഠിക്കാനില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾ സെൽഫായിട്ട് പഠിക്കാൻ തയ്യാറാണ്, ഓക്കെ ആണെന്നുണ്ടെങ്കിൽ ഇറ്റ് ഈസ് ഫൈൻ. പിന്നെ മോസ്റ്റ്ലി എല്ലാവരും ഏവിയേഷൻ കോഴ്സസ് പറയുന്നതിന് കാരണം ഇതാണ്. കാരണം നമുക്ക് ഓവറോൾ ഒരു ചാൻസ് ഉണ്ട് കിട്ടാൻ വേണ്ടിയിട്ട്. കാരണം നമ്മൾ ഇത്രയും പ്രൊസീജിയേഴ്സിലൂടെയും ആ കോഴ്സ് ചെയ്തപ്പോൾ ഒരുപാട് ഇൻട്രാക്റ്റീവ് സെഷൻസ് ഉണ്ടാവും, മോക്ക് ഇൻ്റർവ്യൂസ് ഉണ്ടാവും, അങ്ങനെയെല്ലാം പോയിട്ടുള്ളത് കൊണ്ട് നമുക്ക് സെൽഫായിട്ട് നല്ലൊരു കോൺഫിഡൻസ് ഉണ്ടാവും. നമുക്ക് തന്നെ തോന്നും ഇത് നമുക്ക് കിട്ടാൻ നല്ല സാധ്യതയുണ്ട് എന്നുള്ള കാര്യം. സോ ദാറ്റ്സ് ഇറ്റ്. സോ ഒരുപാട് പേർക്കുള്ള മിസ്കൺസെപ്ഷൻ ആയിരുന്നു ഇത് ഏവിയേഷൻ കോഴ്സ് ചെയ്താൽ മാത്രമേ കിട്ടുള്ളൂ എന്ന്. ബട്ട് ഇറ്റ്സ് നോട്ട് ലൈക്ക് ദാറ്റ്. നമ്മൾ തന്നെ പ്രൊഡക്റ്റീവ് ആയിരുന്ന് എല്ലാം ചെയ്ത് ക്ലിയർ ആക്കാന്നുണ്ടെങ്കിൽ ഡെഫിനറ്റ്ലി യു ക്യാൻ ഓൾസോ
be a part of this industry. And today's video is about scars. സോ സ്കാർസിന് ഇപ്പോൾ എനിക്ക് വന്നിരിക്കുന്ന കുറേ ക്വസ്റ്റ്യൻസിൽ ജസ്റ്റ് ഒന്ന് മാത്രമാണ് സ്കാർസ്. ബാക്കിയുള്ളത് എന്തൊക്കെയാണ് ഞാൻ പറയാം. കുറച്ച് മാത്രമേ ഞാൻ എഴുതി എടുത്തിട്ടുള്ളൂ. ഇന്ന് സ്കാർസ് മാത്രം മതിയല്ലോ. അതുകൊണ്ട് ദി നെക്സ്റ്റ് തിങ് ഈസ് ഹിന്ദി ലാംഗ്വേജിനെ പറ്റി, ഹിന്ദി ലാംഗ്വേജ് എത്ര ഇമ്പോർട്ടൻ്റ് ആണ് എന്നുള്ളതിനെ പറ്റി, എങ്ങനെ ഇമ്പ്രൂവ് ചെയ്യാം. അതുപോലെ ഇംഗ്ലീഷ് ലാംഗ്വേജ് മോസ്റ്റ്ലി എല്ലാവർക്കും സംസാരിക്കാൻ പറ്റില്ല, പക്ഷേ എനിക്ക് അത്യാവശ്യം അറിയാമെന്ന് പറയുന്നുണ്ട്. സോ അതിൽ ചെയ്യേണ്ട കുറച്ച് കാര്യങ്ങൾ. ദെൻ ഒരു എക്സാം ഉണ്ട് ഇൻ്റർവ്യൂവിൽ. സോ അത് എങ്ങനെയാണ്, എന്തൊക്കെയാണ് എന്നുള്ളതിനെ പറ്റിയും ചോദിച്ചിട്ടുണ്ട്. പിന്നെ കൊണ്ടുപോകാനുള്ള ഡോക്യുമെൻസിനെ പറ്റി ഞാൻ ഒരു വീഡിയോ ചെയ്തിട്ടുണ്ട്. ബട്ട് ഓൾസോ അതിനെപ്പറ്റിയും പറയാം. അതിലും ശ്രദ്ധിക്കാനുള്ള കാര്യങ്ങളുണ്ട്. ആൻഡ് അങ്ങനെ കുറച്ച് ടോപ്പിക്സ് വന്നിട്ടുണ്ട്. സോ ഡൗട്ട്സ് ഉണ്ടെങ്കിൽ ചോദിക്കുക. ഐ വിൽ ക്ലിയർ ദാറ്റ് ആസ് ലൈക്ക് ഇൻ വീഡിയോസ്. സോ അതുപോലെ ഇൻ്റർവ്യൂവിന് പോകാൻ വേണ്ടിയിട്ട് ഉള്ള സാധനങ്ങൾ ഇവിടെ നിന്ന് വാങ്ങും. അങ്ങനെ ഒരുപാട് ക്വസ്റ്റ്യൻസ് ഉണ്ട്. സോ ഐ വിൽ ബി ഡൂയിങ് ഓൾ ദോസ് ആസ് എ വീഡിയോ. സോ ലെറ്റ് സ്റ്റാർട്ട് അബൌട്ട് സ്കാർസ്. ഓക്കെ, അപ്പോൾ സ്കാർസിനെ പറ്റി എനിക്ക് മോസ്റ്റ്ലി എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്. വലിയ സ്കാർസ് ആണ് എന്നുണ്ടെങ്കിൽ, ഇപ്പോൾ ഓൾമോസ്റ്റ് അത്യാവശ്യം ഭയങ്കര വിസിബിൾ ആയിട്ടുള്ള സ്കാർ ആണെന്നുണ്ടെങ്കിൽ അത് ഇൻ്റർവ്യൂവിന് പ്രശ്നമാണ്. ദ റീസൺ ഈസ് ദാറ്റ് നമുക്ക് ഇൻ്റർവ്യൂവിൽ ഒരു റൗണ്ട് ഉണ്ട്, സ്കാർ ചെക്ക് എന്ന് പറഞ്ഞിട്ട്, ഗ്രൂമിങ് ചെക്ക്, സ്കാർ ചെക്ക് അങ്ങനെയൊക്കെ പറഞ്ഞിട്ട് ഒരു റൗണ്ട് ഉണ്ട്. അപ്പോൾ ഈ സ്കാർസിൻ്റെ റൗണ്ടിൽ നമ്മൾ ഫോമലായിട്ടായിരിക്കും പോവുക. അപ്പോൾ ബ്ലേസർ കാര്യങ്ങൾ നമ്മൾ വിയർ ചെയ്തിട്ടുണ്ടാവും. അപ്പോൾ അത് നമ്മുടെ അടുത്ത് ബ്ലേസർ മാറ്റാൻ പറയും. എന്നിട്ട് നമ്മുടെ ഹാൻഡ്സ് ഇത്രയും, ഈ ഹാൻഡ്സിൻ്റെ ഇവിടെ ഇത്രയും ഇങ്ങനെ ഓപ്പോസിറ്റ് ആയിട്ട് കാണിക്കാൻ പറയുന്നുണ്ടാവും. സോ ഹാൻഡ്സിലുള്ള സ്കാർസ് എന്തെങ്കിലും ഉണ്ട്, എന്തെങ്കിലും മാർക്സ് ഒക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ അത് പ്രശ്നമാവും. പിന്നെ അതുപോലെ ഫേസ് ഈസ് വെരി ഇമ്പോർട്ടൻറ്റ് ദാൻ ഹാൻഡ്സ്. ഫേസ് ആയിരിക്കും അവർ ആദ്യം നോക്കുക. ഫേസിൽ ഇപ്പോൾ പേഴ്സണൽ ഇൻ്റർവ്യൂ റൗണ്ടിൽ അവർ എല്ലാം നോക്കി വെക്കുന്നുണ്ടാവും. അതേ ആൾക്കാർ തന്നെ ആവും. ഒരു പക്ഷേ ചിലപ്പോൾ മേ ഡിഫർ, അല്ലാന്നുണ്ടെങ്കിൽ ഇവർ തന്നെ ആവും നമ്മുടെ സ്കാർസ് ചെക്ക് ചെയ്യുക. അപ്പോൾ ഫേസിൽ സ്കാർസ് ഉണ്ട്. ഇപ്പോൾ സ്കാർ ഉണ്ട് എന്ന് പറയുമ്പോൾ വളരെ കുഞ്ഞ് മൈന്യൂട്ട് ആയിട്ടുള്ള സ്കാറാണ്. പക്ഷെ നമുക്കറിയാം അതൊരു സ്കാർ ആണ് എന്നുള്ള കാര്യം. സ്കാർ, സ്റ്റിച്ച് മാർക്ക്, അങ്ങനെ എന്തായിക്കോട്ടെ, ഫേസിൽ വളരെ മൈന്യൂട്ട് ആയിട്ടുള്ള കാര്യമാണെങ്കിൽ മാക്സിമം കൺസീൽ ചെയ്യാൻ നോക്കുക. ഇപ്പം എന്നെ സംബന്ധിച്ച് എനിക്ക് ഒരു സ്റ്റിച്ച് മാർക്ക് ഉണ്ടായിരുന്നു ചിന്നിൽ, വളരെ മൈന്യൂട്ട്, ആസ് ലൈക്ക് ഒരു ത്രെഡ് വെച്ചിട്ട് നമ്മളൊരു ലൈൻ ആക്കി എങ്ങനെ ഉണ്ടാവും അത്രയും മൈന്യൂട്ടാണ്. പക്ഷെ എനിക്കറിയാം അതൊരു സ്കാർ ആയിരുന്നു എന്നുള്ളത്. സോ എനിക്ക് ഭയങ്കര ടെൻഷനായിരുന്നു ഇൻ്റർവ്യൂവിന് പോകാൻ വേണ്ടിയിട്ട്, ആസ് ലൈക്ക് ഐ നോ ദാറ്റ് ഈസ് എ സ്കാർ. പക്ഷേ ഞാനിത് ഐശ്വര്യ ചേച്ചിയുടെ അടുത്ത് പറഞ്ഞപ്പോഴും ഐശ്വര്യ ചേച്ചി ചിയേഴ്സ് വിത്ത് ആഷ്, ഐശ്വര്യ ചേച്ചി എൻ്റെ അടുത്ത് പറഞ്ഞത് നെവർ മൈൻഡ് ദാറ്റ്, ബിക്കോസ് അതൊരു സ്കാറായിട്ട് കൺസിഡർ ചെയ്യാൻ പറ്റില്ല. പക്ഷേ ഓൾമോസ്റ്റ് എല്ലാവർക്കും ഉള്ള പേടിയാണ് ഒരു കൊച്ചു മാർക്ക് അല്ലെങ്കിൽ വളരെ മൈന്യൂട്ട് ആയിട്ടുള്ള എന്ത് സാധനം കണ്ടാലും, ഫേസിൽ അല്ല ഹാൻഡ്സിൽ കണ്ടാലും വളരെ ടെൻഷൻ അടിച്ചിരിക്കുക, ഇൻ്റർവ്യൂവിന് പോകാതിരിക്കുക, അത് ഓർത്ത് ടെൻഷൻ അടിക്കുക, ഇതൊക്കെ യൂഷ്വലായിട്ട് നടക്കുന്ന കാര്യമാണ്. ബട്ട് ദർ ഇസ് നോ നീഡ് ഓഫ് ദാറ്റ്. ജസ്റ്റ് കൺസീൽ ദാറ്റ്. കൺസീൽ ചെയ്യുക. അവരോടത് പറയേണ്ട ആവശ്യമില്ല. സ്കാർ ഉണ്ടോ? നോ, സ്കാർ ഇല്ല, അത്രയേ ഉള്ളൂ. ദാറ്റ്സ് ദി തിങ് ദാറ്റ് വി ഹാവ് ടു ഡു. സോ ഞാൻ മൈന്യൂട്ട് ആയിട്ടുള്ള സ്കാറിൻ്റെ കാര്യമായിട്ടോ പറയുന്നത്. ഇനി വലിയ സ്കാറാണ്, ഇപ്പോൾ ഭയങ്കര ഒരു പിമ്പിൾ വന്നു, നിങ്ങൾ പോപ്പപ്പ് ചെയ്ത് പൊട്ടിച്ചു, അങ്ങനെയാണ് ഒരു ഭയങ്കര സ്കാർ വന്നു എന്നുണ്ടെങ്കിൽ മാക്സിമം കൺസീൽ ചെയ്യാന്ന് പറയുന്നത് ഈസ് ആൻ ആർട്ട്. സോ മാക്സിമം അത് കൺസീൽ ചെയ്യാൻ നോക്കുക. ജസ്റ്റ് കൺസീൽ ദാറ്റ് ആൻഡ് ഗോ ഫോർ ദി ഇൻ്റർവ്യൂ. ഇപ്പോൾ ഭയങ്കര വലിയ സ്കാർ എന്ന് വെച്ചാൽ അത്രയ്ക്ക് വിസിബിൾ ആണ് എന്ന് ഉണ്ടെങ്കിൽ, ഇപ്പോൾ ഭയങ്കര വലിയ സ്കാർ, മാർക്ക് എന്തെങ്കിലും ഒക്കെ ഭയങ്കരമായിട്ടുണ്ടെങ്കിൽ മാക്സിമം അത് കൺസീൽ ചെയ്യാൻ നോക്കുക. പറ്റുന്നില്ല എന്നുണ്ടെങ്കിൽ ദെൻ യു ജസ്റ്റ് ഹാവ് ടു ഗോ ഫോർ ട്രീറ്റ്മെൻറ്റ് ചെയ്തിട്ട് ലേസറോ അങ്ങനെ എന്തെങ്കിലും ചെയ്തിട്ട് മാറ്റാൻ പറ്റുന്നുണ്ടോ എന്ന് നോക്കുക. ആസ് ലൈക്ക് ഇത്രയും ഈ ഒരു ഫീൽഡിലേക്ക് അത്ര ഇൻട്രസ്റ്റ് ഉള്ളവരാണ് കേട്ടോ. അപ്പോൾ മാറ്റാൻ പറ്റുന്നുണ്ടോ എന്ന് നോക്കുക. ഒരു 4-5 സിറ്റിങ്സ് അത് കഴിയുമ്പോഴത്തേക്ക് ഒരു പക്ഷേ അത് അത്രയും കുറയുന്നുണ്ടാവും. സോ ജസ്റ്റ് ഗോ ഫോർ ദാറ്റ്. അല്ല ഞാൻ ഈ പറയുന്ന മൈന്യൂട്ട് ആയിട്ടുള്ള സ്കാർസ്, അതുപോലെ ജസ്റ്റ് ഓപ്പോസിറ്റ് ഇരിക്കുന്ന ആളിൻ്റെ അടുത്ത് ചോദിക്കുക, എനിക്ക് ഫേസിൽ സ്കാർ ഉണ്ട്, എവിടെയാണ് കാണുന്നുണ്ടോ. അപ്പോൾ ഞാൻ പറഞ്ഞില്ലേ, എൻ്റെ ഒരു മാർക്ക് അപ്പുറത്തേക്കുന്ന ആൾക്കത് കാണുകൂടിയില്ല, പക്ഷെ എനിക്കറിയാം അവിടെ ഒരു സ്കാർ ഉണ്ട് എന്നുള്ളത്. സോ അതും
പറയാതിരിക്കുക, കൺസീൽ ചെയ്യുക എന്നുള്ള കാര്യം മാത്രമേ ഉള്ളൂ. അല്ലാതെ ഇപ്പം ഇന്റർവ്യൂവിന് എന്നപ്പോൾ സ്കാറിന്റെ കാര്യത്തിൽ ഏകദേശം ഒരു 150-170 കുട്ടികൾ റിജക്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. കാരണം അത് ഭയങ്കര വിസിബിൾ ആയിട്ടുള്ള സ്കാറാണ്. ഭയങ്കര വിസിബിൾ എന്ന് പറയുമ്പോൾ ഒരു വലിയ കട്ട് മാർക്ക് ഇപ്പോൾ ഹാൻഡ്സിൽ ഫേസിൽ അങ്ങനെ അധികം കാണാനില്ല, പക്ഷെ ഹാൻഡ്സിൽ ഭയങ്കര ഒരു കട്ട് മാർക്കൊക്കെ വരികയാണെന്നുണ്ടെങ്കിൽ നമുക്കത് അത്രയും കൺസീൽ ചെയ്യാൻ പറ്റില്ല. സോ അങ്ങനെയാണെങ്കിൽ നമ്മൾ ട്രീറ്റ്മെൻറ്റ് എന്തെങ്കിലും ചെയ്യേണ്ടി വരും അത് മാറാൻ വേണ്ടിയിട്ട്. ഫസ്റ്റ്ലി നമ്മൾ ഡോക്ടറിനെ കൺസൾട്ട് ചെയ്യുക, എന്നിട്ട് അത് മാറുമോ ഇല്ല, എന്താണ് അതിൻ്റെ ഒരു ഇനീഷ്യൽ സ്റ്റേജിൽ കൺസൾട്ട് ചെയ്ത് കഴിഞ്ഞാൽ അതിൻ്റെ ഒരു ലാസ്റ്റ് സ്റ്റേജൊക്കെ എത്തുമ്പോഴത്തേക്ക് എങ്ങനെയാണ് അത് അത്രയും കുറയും എന്നുള്ള അതിൻ്റെ എത്ര ഇൻറ്റൻസിറ്റി ഉണ്ട് എന്നൊക്കെ നോക്കിയിട്ടായിരിക്കും അവർ പറയുക. സോ എനിക്ക് പറയാനുള്ളത് ഈ വലിയ സ്കാർസ് ഒക്കെ ആണെങ്കിൽ നിങ്ങൾ കൺസൾട്ട് ചെയ്തത് ഓരോ കുറച്ച് സിറ്റിങ്സ് ഒക്കെ ലേസർ ട്രീറ്റ്മെന്റ് ഒക്കെ ചെയ്തത് മാറ്റുക. അല്ലാതെ ഈ മൈന്യൂട്ട് സ്കാറും കൊണ്ടിരുന്നിട്ട് കുറെ കുട്ടികൾ ഫോട്ടോസ് അയച്ചു തരും, ചേച്ചി ഇതാണ് എൻ്റെ സ്കാർ, ഇത്രയും വലുതാണ് എൻ്റെ സ്കാർ എന്നൊക്കെ പറഞ്ഞിട്ട്. പക്ഷേ ശ്രദ്ധിക്കാനുള്ള കാര്യം അതൊരു സ്കാർ അല്ല. ആ കാര്യം പറഞ്ഞിട്ട് ഒരുപാട് പേര് ഇന്റർവ്യൂവിന് പോകാണ്ടിരിപ്പുണ്ട്. നിങ്ങൾക്ക് തോന്നുന്ന ആ വളരെ കുഞ്ഞു സ്കാർ വലിയ സ്കാറാണ്, അപ്പോൾ ഒറിജിനൽ കണ്ടാൽ നിങ്ങൾ എന്ത് പറയും? സോ ജസ്റ്റ് ഗോ ഫോർ ദി ഇന്റർവ്യൂ ആൻഡ് ഇങ്ങനെ ഈ ഞാൻ പറഞ്ഞില്ലേ പിമ്പിളൊക്കെ പോപ്പ് ചെയ്ത് പൊട്ടിച്ച് അങ്ങനെ സ്കാർസ് ഭയങ്കര കുഴി പോലൊക്കെ ഇങ്ങനെ ഫേസിൽ പോസൊക്കെ ഭയങ്കരമായിട്ട് ഉണ്ടാവില്ലേ, അങ്ങനെയുള്ളവർക്ക് വേണ്ടിയിട്ട് ഞാൻ ഒരു ടിപ്പ് പറഞ്ഞുതരാം. നിങ്ങൾ സ്കിൻ കെയർ ചെയ്യുക. സ്കിൻ കെയർ ചെയ്തിട്ട് നമ്മുടെ കൺസീലർ ഉണ്ടല്ലോ, നെവർ യൂസ് ദാറ്റ് എന്താ സ്കിന്നിന് മാച്ച് ആയിട്ടുള്ള ആ ഒരു ഷെയ്ഡുള്ള കൺസീലർ ഇല്ലേ, എന്താ സ്കിൻ കളർ കൺസീലർ, അത് യൂസ് ചെയ്യരുത്. പകരം യൂസ് ചെയ്യുന്ന കൺസീലർ ഈസ് ദാറ്റ് ആ പീച്ച് ഷെയ്ഡ് അല്ലെങ്കിൽ ഓറഞ്ച് ഷെയ്ഡ്. അപ്പോൾ ഫുൾ സ്കിൻ കെയർ ചെയ്തതിന് ശേഷം ആ കൺസീലർ യൂസ് ചെയ്യുക. കൺസീലർ ആ പീച്ച് ഷെയ്ഡ് അല്ലെങ്കിൽ ഓറഞ്ച് ഷെയ്ഡ് കൺസീലർ യൂസ് ചെയ്തതിന് ശേഷം കുറച്ച് കോമ്പാക്ട് പൗഡർ ഉണ്ടല്ലോ, കോമ്പാക്ട് പൗഡർ സ്മോൾ വളരെ മൈന്യൂട്ട് ആയിട്ടുള്ള ബ്രഷിൽ എടുത്തിട്ട് എന്താ പാടുള്ള സൈഡിൽ, ഞാൻ ഈ കുഴിയായിട്ടുള്ളത് ഫില്ല് ചെയ്യാനുള്ള കാര്യമായിട്ട് പറയുന്നത്, അതിലേക്ക് ജസ്റ്റ് ഒന്ന് ഡാബ് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് അത് ഫില്ല് ചെയ്യുക. ഫില്ല് ചെയ്തതിന് ശേഷം ബാക്കി നമ്മൾ എന്താ കൺസീലർ പിന്നെ എന്താണ് ഫൗണ്ടേഷൻ അങ്ങനെയുള്ള ആ പ്രോസസ്സിലേക്ക് പോവാം. സോ അങ്ങനെ ഭയങ്കര ഇൻറ്റൻസ് ആയിട്ടുള്ള പ്രോസസ് ഉള്ളവർക്ക് അത് ചെയ്തിട്ട് പോകാം. ആ കാര്യത്തിൽ നിങ്ങൾ റിജക്റ്റ് ആവില്ല. പിന്നെ ഒരു കാര്യം എന്താ പിന്നെ അത്രയും ഈ ഒരു ഫീൽഡിനോട് അത്രയും ഇഷ്ടം ഉണ്ടായി നിൽക്കുന്നവർക്ക് വേണ്ടിയിട്ടുള്ള കാര്യമാണ് കേട്ടോ ഞാൻ പറയുന്നത്. അത് അങ്ങനെ ആക്കി പോവുക. കാരണം ജസ്റ്റ് ഒരു പാടൊക്കെ ഉള്ളതെന്നുണ്ടെങ്കിൽ ഇറ്റ്സ് ഫൈൻ, പക്ഷെ ഫുൾ അങ്ങനെ ആണെന്നുണ്ടെങ്കിൽ എനിക്കറിയില്ല കേട്ടോ. സോ ജസ്റ്റ് അത് കവർ ചെയ്യുക, കൺസീൽ ചെയ്യുക, ഇന്റർവ്യൂവിന് പോവുക. അപ്പോൾ ഈ മൈന്യൂട്ട് സ്കാർസ് കാരണം ഇന്റർവ്യൂവിന് പോകാണ്ടിരിക്കുന്നവരുടെ അടുത്ത് നിങ്ങൾ അവിടെ അങ്ങനെ ഇരിക്കുകയാണെങ്കിൽ അങ്ങനെ ഇരിക്കാം. ഒറ്റ ഇന്റർവ്യൂവിൽ നിങ്ങൾ പോകാനും പോകുന്നില്ല, സെലക്ട് ആവാനും പോകുന്നില്ല. സോ അതുകൊണ്ട് മൈന്യൂട്ട് സ്കാർസ് എങ്ങനത്തെ സ്കാർസ് ആയിക്കോട്ടെ, ജസ്റ്റ് കൺസീൽ ദാറ്റ് ആൻഡ് ഗോ ഫോർ ദി ഇന്റർവ്യൂ. ഒരു ഇന്റർവ്യൂവിന് പോയി നോക്കുക, എന്താ അവിടെ നിന്ന് അവർ പറയുക, എന്താ റീസൺ കൊണ്ടാണ് റിജക്റ്റ് ആവുകയെന്നുണ്ടെങ്കിൽ ഓക്കെ അത് റെഡി ആക്കുക, അടുത്ത ഇന്റർവ്യൂവിന് പോവുക. സോ ദാറ്റ്സ് ഇറ്റ്. ഇപ്പോൾ എനിക്കറിയാവുന്ന കുറേ പേരുണ്ട്, ഒരു 15-16 പ്രാവശ്യം ഇന്റർവ്യൂ കൊടുത്ത ആൾക്കാരുണ്ട്. സോ അത് വെച്ച് നോക്കുമ്പോൾ എന്താ എത്ര ഇന്റർവ്യൂ അറ്റൻഡ് ചെയ്തു എന്നതിലൊന്നും ഒരു കാര്യമില്ല. സോ ജസ്റ്റ് ഗോ ഫോർ ദി ഇന്റർവ്യൂ. സ്കാർസ് ഒക്കെ നല്ലതുപോലെ കൺസീൽ ചെയ്ത് പഠിക്കുക. ആൻഡ് ഈ മൈന്യൂട്ട് സ്കാർസ് ഒന്നും ഒരു പ്രശ്നമേ അല്ല. സോ പിന്നെ ശ്രദ്ധിക്കേണ്ട കാര്യം നല്ലതുപോലെ ഗ്രൂമിങ് ചെയ്യുക. ഇപ്പോൾ ഇന്റർവ്യൂവിന് പോകാറൊക്കെ ആയി അടുത്തിരിക്കുന്നവരാണെന്നുണ്ടെങ്കിൽ ഗ്രൂമിങ് ചെയ്ത് പഠിക്കുക. എല്ലാ ദിവസവും ഗ്രൂമിങ് ചെയ്യുക. ഗ്രൂമിങ് ചെയ്ത് ഇന്റർവ്യൂവിന് പോകുമ്പോൾ പെർഫെക്റ്റ് ആക്കുക. ഇപ്പോൾ ഇൻസ്റ്റിറ്റ്യൂഷൻസിൽ പഠിക്കുന്നവർ, ഏവിയേഷൻ കോഴ്സസ് പഠിക്കുന്നവരാണെന്നുണ്ടെങ്കിൽ അവർക്ക് ഗ്രൂമിങ് ക്ലാസ് ഒക്കെ ഉണ്ടാവും. അപ്പോൾ അത് ഓൾമോസ്റ്റ് പെർഫെക്റ്റ് ആയിരിക്കും. അല്ലാതെ ഉള്ളവർക്ക് എന്താ ഏവിയേഷൻ കോഴ്സ് ഒന്നും പഠിച്ചിട്ടില്ല അങ്ങനെ ഉള്ളവരാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഗ്രൂമിങ് ചെയ്ത് പഠിക്കുക. ഇപ്പോൾ ട്യൂട്ടോറിയൽ വീഡിയോസ് ഒക്കെ ഒരുപാട് അവൈലബിൾ ആണ്. സോ ജസ്റ്റ് അതൊക്കെ റെഫർ ചെയ്തിട്ട് പോവുക. അതുപോലെ ഹെയർ സ്റ്റൈൽസ് ആയിക്കോട്ടെ, എല്ലാ കാര്യങ്ങളും. അപ്പോൾ സെലക്ട് ആവാനുള്ള ചാൻസസ് കൂടുതലാണ്. പിന്നെയുള്ള കാര്യം ഭയങ്കര കോൺഫിഡൻ്റ് ആയിട്ട് ഇന്റർവ്യൂവിൽ ഇരിക്കുക. ഭയങ്കര കോൺഫിഡൻറ്റ് മീൻസ് അത്യാവശ്യം നല്ല കോൺഫിഡൻ്റ് ആയിട്ട് ഇന്റർവ്യൂവിന് പോവുക. ഇപ്പോൾ ഇന്റർവ്യൂവിന് കോൺഫിഡൻസ് ആയിട്ട് പോയിട്ട് അവിടെ വരുന്ന കുട്ടികളെ കണ്ടിട്ട് കോൺഫിഡൻസ് കുറയോ അല്ലെങ്കിൽ അവരെത്ര നന്നായി ഗ്രൂം ചെയ്തിട്ടുണ്ട് എന്നൊക്കെ വിചാരിച്ചിട്ടൊന്നിരിക്കേണ്ട ഒരു ആവശ്യമില്ല. നമ്മൾ അത്യാവശ്യം നല്ലതുപോലെ ഗ്രൂം ചെയ്തിട്ടുണ്ട്, നമ്മൾ അവരെ പോലെ ഇന്റർവ്യൂ അറ്റൻഡ് ചെയ്യാൻ വന്ന ഒരു കാൻഡിഡേറ്റ് ആണ് എന്നുള്ള രീതിയിലിരിക്കുക. അല്ലാതെ ആരെ കണ്ടും നമ്മുടെ കോൺഫിഡൻസ് കളയേണ്ട യാതൊരു ആവശ്യമില്ല. ജസ്റ്റ് ഗോ ഫോർ ദി ഇന്റർവ്യൂ, ജസ്റ്റ് പ്രിപ്പയർ വെൽ ആൻഡ് just rock it. So that's it, and best wishes for your interviews. So bye.